അങ്ങനെ ഞാൻ വീട്ടിൽ നിപ്പെല്ലാം കഴിഞ്ഞ് ഇക്കയുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. 3 ദിവസം നിൽക്കാനാണെങ്കിലും 10 ദിവസം നിൽക്കാനുള്ള ഉടുപ്പെടുത്തോണ്ടാണ് ഞാൻ വരാറ്. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് ഇച്ചുവിന് സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യമേ ഒരു കടയിൽ കയറി. മോഡൽ കാണിച്ച ടൈപ്പ് സൈക്കിൾ അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നേരെ പോകുന്നത് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോണത് എവർമോറിൽ നിന്നാണ്. എനിക്ക് മിക്കവാറും ഇവിടുന്ന് തന്നെയാണ് ഡ്രസ്സ് എടുക്കാറ്. കയറി ചെന്നപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈ വരുന്നതാണ് എൻ്റെ ഫ്രണ്ട് റിൻഷാദ്. എടി വീഡിയോ എടുക്കല്ലേടി എന്ന് പറഞ്ഞാൽ അവൻ മുഖവും പൊത്തിക്കൊണ്ട് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഓടുമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ കിടന്ന് ഉടുപ്പെല്ലാം വലിച്ചു വാരി നോക്കി. ഉടുപ്പെല്ലാം കൊള്ളായിരുന്നു, പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. ഇക്കായും എൻ്റെ ഫ്രണ്ട് ദലീലയൊക്കെ പറയുന്നുണ്ടായിരുന്നു അതെടുക്കുക ഇതെടുക്കുക. എനിക്കാണെങ്കിൽ ഒന്നും പിടിക്കുന്നുമില്ല. കാരണം ഞാൻ മനസ്സിലൊരെണ്ണം ഉദ്ദേശിച്ചിട്ടാണ് പോയത്. പിൻട്രസ്റ്റ് തുറന്ന പോലെ നല്ല കളക്ഷൻ ആ കടയിലുണ്ടായിരുന്നു. ഇച്ചുവിന് എന്തോ ആ കട ഇഷ്ടപ്പെട്ട പോലെ ഭയങ്കര ഓടിക്കളിയും ചിരിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഓരോ ഉടുപ്പൊക്കെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാനൊരു ഉടുപ്പ് എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. ഇച്ചു ആണെങ്കിൽ ഉറങ്ങുകയും ചെയ്ത്. അങ്ങനെ നല്ലപോലെ ലേറ്റ് ആയതുകൊണ്ട് ഫുഡ് കഴിക്കുന്ന സ്ഥലമൊക്കെ അടച്ചായിരുന്നു. ലാസ്റ്റ് ഞങ്ങളൊരു കടയിൽ കയറി. അവിടെ കുഞ്ഞിനെ കിടത്താനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇച്ചുവിനെ അവിടെ കിടത്തി ഞങ്ങൾ കുറച്ച് നേരം കൈയൊക്കെ പിടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവന്ന് നിൽക്കുക പറഞ്ഞു. ഇച്ചു എഴുന്നേൽക്കുന്നതിന് മുമ്പേ കഴിക്കില്ലെങ്കിൽ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അലമ്പായിരിക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ കഴിച്ച് തീരാറായപ്പോഴത്തേക്ക് ഇച്ചുമോൻ എഴുന്നേറ്റായിരുന്നു. അങ്ങനെ അവനും ഫുഡൊക്കെ വാരി കൊടുത്തപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ടാറ്റാ.